രാജാക്കന്മാരൊക്കെ കടപുഴകി വീണല്ലോ. ബ്രസീൽ, അർജൻറ്റീന, ലാറ്റിൻ അമേരിക്കയിലെ ടീമുകളോടൊക്കെ വലിയ രീതിയിലുള്ള പെർഫോമൻസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ കാണാൻ കഴിയുന്നില്ല അവരുടെ ഭാഗത്ത് നിന്നില്ല. ഇപ്പോൾ പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇന്നലെ നടന്ന ഗെയിമിൽ 1-1 സമനിലയിലാണ് ബ്രസീലിൻ്റെ മത്സരം അവസാനിച്ചത്. വെനസ്വേലയുമായിട്ടായിരുന്നു മത്സരം. അതുപോലെ തന്നെ അർജൻറ്റീന പരാഗ്വേയുമായിട്ട് 2-1 തോൽവി വഴങ്ങിയിരിക്കുകയാണ്. ഒരിക്കലും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തോൽവി. പരാഗ്വേനോട്ടൊന്നും ഇപ്പോഴത്തെ നിലവിലെ അർജൻറ്റീന ടീം പരാഗ്വേയോട്ടൊന്നും തോൽക്കുമെന്ന് ഒരിക്കലും ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം മികച്ച രീതിയിലുള്ള ലൈനപ്പ് നിലവിൽ അർജൻറ്റീനക്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുപോലെ ലയണൽ മെസ്സിയും കുഴപ്പമില്ലാത്ത രീതിയിലെ ഫോമിലാണ്. അദ്ദേഹവും ടീമിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഏതായാലും രണ്ട് ടീമും, ഒരു ടീം സമനിലയും ഒരു ടീം തോൽവിയും വഴങ്ങിക്കുകയാണ്. പോയിന്റ് നിലയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ തുടരുന്നുണ്ട് അർജൻറ്റീന. എങ്കിലും ഒരു അപ്രതീക്ഷിതമായ തോൽവിയാണ് അവർക്ക് പരാഗ്വേയുമായിട്ട് ഏൽക്കേണ്ടി വന്നത്. അതുപോലെ തന്നെ പോയിന്റ് നിലയിൽ 3-ാം സ്ഥാനത്തേക്ക് ബ്രസീൽ എത്തിയിട്ടുണ്ട്. ബ്രസീൽ പോയിന്റ് മെച്ചപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ബ്രസീലിൻ്റെ സമനിലയും അർജൻറ്റീനയുടെ തോൽവിയുമാണ് ഇപ്പം ഇന്നലെ ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിലെ ആദ്യത്തെ മത്സരത്തിൽ ഫുട്ബോളിലെ രാജാക്കന്മാർക്ക് കിട്ടിയ റിസൾട്ട് അല്ലേ. ലയണൽ മെസ്സി അടങ്ങുന്ന അർജൻറ്റീന നിലവിൽ ലോക ഫുട്ബോളിലെ, ഇൻ്റർനാഷണൽ ഫുട്ബോളിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നാണെന്നുള്ളതൊരു സംശയമല്ല. കാരണം വേൾഡ് കപ്പ് ചാമ്പ്യന്മാർ, അതുപോലെ ഫൈനലിസമ ചാമ്പ്യന്മാർ, കോപ്പ അമേരിക്ക ചാമ്പ്യന്മാർ, ഏകദേശം ഒരു 90% സെയിം ടീമുമായിട്ടാണ് നിലവിൽ ഇപ്പോൾ അർജൻറ്റീന കളത്തിലുള്ളത്. ഇപ്പോൾ പരാഗ്വേയുമായിട്ട് അപ്രതീക്ഷിതമായ തോൽവി വഴങ്ങേണ്ടി വന്നത് ഒരു തിരിച്ചടി തന്നെയാണ് അവർക്ക് മുന്നോട്ടുള്ള മത്സരങ്ങൾക്ക്. ഈ മാസം 20-നാണ് അടുത്ത ഇൻ്റർനാഷണൽ ബ്രേക്കിലെ അടുത്ത മത്സരം അവർക്ക്. അതിൽ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. ലയണൽ മെസ്സിയുടെ സംഘം, അതുപോലെ തന്നെ സൂപ്പർ താരം റാഫിന്നയുടെ ബ്രസീൽ അടുത്ത മത്സരത്തിൽ ഉറുഗ്വേയുമായിട്ടാണ്. അത് ലാറ്റിൻ അമേരിക്കയിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒരു ടീം തന്നെ. ബ്രസീൽ, അർജൻറ്റീന പോലുള്ള ടീമുകളിൽ ഒരു ടീം തന്നെയാണ് ഉറുഗ്വേ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീമാണ്. അവരുമായിട്ടാണ് ഈ വരുന്ന 20-ാം തീയതി മത്സരം. അതും ഒരു പ്രതീക്ഷിച്ച റിസൾട്ട് ബ്രസീലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് കരുതുക. അതുപോലെ തന്നെ നമ്മൾ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിൻ്റെ അവസ്ഥ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്ന ഒരിക്കലും മനസ്സിലാവുന്നില്ല. അദ്ദേഹം ഇറങ്ങുന്ന ഗെയിമിൽ ബ്രസീലിന് റിസൾട്ട് ഇല്ല, അദ്ദേഹം ഇറങ്ങാത്ത ഗെയിമിൽ ബ്രസീലിന് നല്ല റിസൾട്ട് ഉണ്ട്. എന്നും അതങ്ങനെ തന്നെ. കാര്യമായിട്ട് അദ്ദേഹത്തിന് ബ്രസീൽ ടീമിന് സംഭാവന നൽകാൻ കഴിയുന്നില്ല. അദ്ദേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ടീമിൻ്റെ ഒരു എന്താ പറയുക, ഒരു കെട്ടുറപ്പിനാണ് പോയ മാതിരിയൊക്കെ ഫീൽ ചെയ്യാണ്. അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മുന്നേറ്റങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എങ്കിലും നമുക്കൊന്നൊരു പ്രതീക്ഷിച്ചാത്ത രീതിയിൽ അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുന്നില്ല ബ്രസീലിൽ. റയലിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം തകർത്ത് പെയ്യും എന്നുള്ളത് നമുക്കറിയാം. കാരണം നമ്മൾ തന്നെ കാണുന്നതാണ് ട്രിക്കുകളും ഗോളുകളും അസിസ്റ്റുകളുമായിട്ട്. ഏതായാലും പെനാൽറ്റി കിട്ടിയത് അതും കൈ കടിച്ചു കൊടുത്തു. അതാണ് വേറെ. ആൾറെഡി വിനീഷ്യസിന് ഒരുപാട് ഹേറ്റേഴ്സാണ്. അതിൻ്റെ പുറത്ത് ഒരു പെനാൽറ്റി, വിജയിക്കാൻ പറ്റിയ പെനാൽറ്റി കിട്ടിയിട്ട് അതും പാഴാക്കി എന്ന് പറയുമ്പോൾ ഏതായാലും അടുത്ത മത്സരങ്ങളിൽ ഇരു ടീമുകളും തിരിച്ചെത്തും. ലയണൽ മെസ്സിയുടെയും റാഫിന്നയുടെയും ഒക്കെ സംഘം തിരിച്ചെത്തും എന്ന് പ്രതീക്ഷിക്കുക. അതുപോലെ അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് മാർട്ടിനസിൻ്റെ വകയായിരുന്നു ഏക ഗോള്. അതുപോലെ സമനില ഗോള് ബ്രസീൽ നേടിയത് നമ്മുടെ റാഫിന്നയുടെ വകയും 1.5 ഫ്രീ കിക്ക്. റാഫിന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ബായ്സക്ക് വേണ്ടിയിട്ടും മാത്രമേ കളിക്കുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവസാനം ബായ്സക്ക് വേണ്ടിയിട്ട് എങ്ങനെ കളിക്കുന്നു അതുപോലെ ഇപ്പോൾ ബ്രസീലിന് വേണ്ടിയിട്ടും കളിക്കുന്നുണ്ട്. ബ്രസീലിന് വേണ്ടി കളിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഗോളും അടിക്കുന്നുണ്ട്. 1.5 ഫ്രീ കിക്കാണ് അദ്ദേഹം അടിച്ചത്. ഏതായാലും തിരിച്ചു വരും ഇരു ടീമുകളും അല്ലേ.